ധ്യാനം നയിക്കുവാൻ പോകുന്ന കൃപാസനത്തിന്റെ സ്ഥാപക ഡയറക്ടറായ ബഹുമാനപ്പെട്ട വി.പി. ജോസഫ് അച്ഛനെ ഈ അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഈ ആരാധനയിൽ ഉടനീളം മരിയൻ ഉടമ്പടി വിശ്വസ്തതാപൂർവം പാലിച്ച് സാക്ഷികളായി ഉയർത്താനുള്ള വചനങ്ങൾ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവാനുഭവങ്ങൾ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വലിയ വലിയ ദൈവിക ഇടപെടലുകൾ ഈ സമയം തന്നെ, ആരാധനാ സമയം തന്നെ ഞങ്ങളുടെ ജീവിതത്തിലും ഞങ്ങളായിരിക്കുന്ന ഇടങ്ങളിലും ഉണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. സ്തുതിച്ചു പ്രാർത്ഥിക്കാം, ശക്തമായി സ്തുതിച്ചു പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ മഹത്വം, ദൈവപിതാവേ ആരാധന. ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് നിന്നുകൊണ്ട് സന്തോഷത്തോടെ കരങ്ങളടിച്ച് ഗായക സംഘത്തോട് ചേർന്ന് ദൈവസ്നേഹത്തോടെ ദൈവത്തെ മഹത്വപ്പെടുത്തി പാടി പ്രാർത്ഥിക്കാം. ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങയെ ആരാധിക്കുന്നു. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങയെ ആരാധിക്കുന്നു. ചേർന്ന് പാടാം. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങയെ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ദാതാവേ ആരാധിക്കുന്നു. പരിശുദ്ധാത്മാവേ, ദാതാവേ ആരാധിക്കുന്നു. നിറയണമേ നീ നിന്നുള്ളിൽ നീതാവളാ, ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ നിന്നുള്ളിൽ നീതാവളാ, ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. അപ്പസ്തോലൻ പരിശുദ്ധാത്മാവേ, 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 കൈകൾ വീശി പാടാം. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധാത്മാവേ. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങയെ ആരാധിക്കുന്നു. ഉറക്കെ പാടാം. അപ്പസ്തോലൻ ആരാധിച്ചൊരു പരിശുദ്ധാത്മാവേ, വിശ്വാസത്താൽ അങ്ങയെ ആരാധിക്കുന്നു. മാളികയിൽ നീയായി ഒരു പരിശുദ്ധാത്മാവേ, ദാതാവേ ആരാധിക്കുന്നു. മാളികയിൽ നീയായി ഒരു പരിശുദ്ധാത്മാവേ, നിറയണമേ നീ നിന്നുള്ളിൽ നീതാവളാ, ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. നിറയണമേ നീ നിന്നുള്ളിൽ നീതാവളാ, ഒഴുകണമേ നീ നിന്നുള്ളിൽ പുതിയൊരു നദിയായി. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. ചെങ്കടൽ പോലും രണ്ടായി മാറ്റിയൊരു അഭിഷേകക്കാറ്റേ, അസ്ഥികൾ നിറയും താഴ്വരയിൽ പുതുജീവൻ പകരണമേ. പരിശുദ്ധാത്മാവേ, 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 പരിശുദ്ധ
കൈകൾ വീശി ചേർന്ന് പരിശുദ്ധാത്മാവേ 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 ഉറക്കെ പാടാം പരിശുദ്ധാത്മാവേ 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 സ്തുതിക്കട്ടെ ഹല്ലേലൂയ ഹല്ലേലൂയ കൃപാസനത്തിന്റെ എല്ലാ ശുശ്രൂഷ മേഖലകളെയും അൾത്താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആലയത്തെ വീണ്ടും വീണ്ടും വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പുതിയ ശുശ്രൂഷകൾ നൽകി ധന്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ലോകത്തിന്റെ മുമ്പിൽ കൃപാസനം എന്ന ദൈവിക പദ്ധതി ക്രിസ്തുവാകുന്ന വെളിച്ചം കൈമാറുവാൻ പുതിയ പുതിയ ശുശ്രൂഷകൾ ഇനിയും ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന. ചേർന്ന് പാടാം ജോർദാനദീ സാത്രാത്മനിൽ പ്രലോഭനം എല്ലാം പകരാതെ പരിശുദ്ധാത്മാവേ സാത്രാത്മനിൽ പ്രലോഭനം എല്ലാം പകരാതെ അഭിഷേകത്തോടെ പരിശുദ്ധാത്മാവേ 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 കൈകൾ വീശി ചേർന്ന് പരിശുദ്ധാത്മാവേ 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 അപ്പസ്തോലർ ആരാധിച്ചു പരിശുദ്ധാത്മാവേ വിശ്വാസത്താലേ ആരാധിക്കുന്നു അപ്പസ്തോലർ ആരാധിച്ചു പരിശുദ്ധാത്മാവേ വിശ്വാസത്താലേ ആരാധിക്കുന്നു പരിശുദ്ധാത്മാവേ 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 ഉറക്കെ പരിശുദ്ധാത്മാവേ 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 സ്തുതിക്കട്ടെ ഹല്ലേലൂയ 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 പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും
ഒരു കോടി നന്ദി. എന്നെയും എൻ്റെ കുടുംബത്തെയും ഈ വിശുദ്ധമായ അൾത്താരയിൽ സാക്ഷികളായി നിർത്തിയതിന് ഒരുപാട് നന്ദി. എൻ്റെ പേര് ഷിൽജ ബേബി. ഞാൻ പാവർട്ടി സെൻറ്റ് ജോസഫ് തീർത്ഥകേന്ദ്രം ഇടവകാംഗമാണ്. ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും കുടുംബത്തിലും ഒരുപാട് ആത്മീയമായ ഉണർവുണ്ടായി. പരിശുദ്ധ അമ്മയെ കൂടെ നടക്കുന്ന അനുഭവമാണ് ഉണ്ടായത്. ഞാൻ ഒന്നാമതായി നിയോഗം വെച്ചത് പരിശുദ്ധാത്മാവിനാൽ എന്നെയും എൻ്റെ കുടുംബാംഗങ്ങളെയും നിറച്ച് വിശുദ്ധിയിൽ ജീവിക്കുവാൻ ഇടവരുത്തണമേ എന്നായിരുന്നു. അതുപ്രകാരം എൻ്റെ ജീവിത പങ്കാളിക്ക് 40 വർഷത്തിലേറെയായി പുകവലി എന്ന ദുശീലമുണ്ടായിരുന്നു. അപ്പോൾ ഈ സന്നിധാനത്തിലേക്ക് കടന്നു വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, നീ എനിക്ക് വേണ്ടി നിയോഗം വയ്ക്കണമെന്ന്. പക്ഷെ ഞാൻ കടന്നു വന്നപ്പോൾ എനിക്ക് അമ്മ പറയുന്നതായി തോന്നി, ഇത് നിയോഗം വയ്ക്കേണ്ട ആവശ്യമില്ല, എൻ്റെ കണ്ണിൽ നോക്കി നീ ഈ നിയോഗം പറഞ്ഞാൽ മതി. ഭർത്താവിനോടും അതുപ്രകാരം ഞാൻ പറഞ്ഞു, അമ്മയെ നോക്കി ഇതൊന്ന് പറഞ്ഞാൽ മതിയെന്ന്. അമ്മ അത് സാധിച്ചു തരുമെന്ന്. ഞാൻ നിയോഗം വെച്ചില്ല, എങ്കിലും നേർച്ച വസ്തുക്കൾ ഉപ്പും തേനും എല്ലാം ദിവസവും കൊടുക്കാറുണ്ട്, പ്രത്യേകമായി പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അതുപ്രകാരം അദ്ദേഹത്തിൻ്റെ പുകവലി പൂർണ്ണമായും മാറിക്കിട്ടി. ഇന്ന് 2 വർഷത്തോളമായി നിശേഷം പുകവലിക്കുന്നില്ല. അതുമാത്രമല്ല, പുകവലിക്കുന്നവരുടെ ആ സ്മെല്ല് കേൾക്കുമ്പോൾ പോലും ആൾക്ക് പ്രത്യേകമായ ഒരു അസ്വസ്ഥതയാണ്. രണ്ടാമതായി എൻ്റെ മകൻ്റെ കാര്യമാണ്. മകന് വ്യക്തിപരമായ എന്തോ ഒരു ഇഷ്യൂ ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ഉടമ്പടിക്ക് ശേഷം 90 ദിവസത്തിനുള്ളിൽ. അപ്പോൾ എനിക്ക് അമ്മയുടെ ഈ ഇവിടുന്ന് കിട്ടിയ നമ്മുടെ ഉടമ്പടി കാശ് രൂപം ഞാൻ അവൻ്റെ തലയിണയുടെ അടിയിൽ വെച്ച് 7 ദിവസത്തോളം പ്രത്യേകമായി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചു. അതുപ്രകാരം ഞങ്ങളുടെ അടുത്തുള്ള പരിശുദ്ധ മാതാവിൻ്റെ ഒരു തീർത്ഥകേന്ദ്രത്തിൽ ഞാനും മകനും രാത്രി പെരുന്നാൾക്ക് പോയപ്പോൾ ആ തീർത്ഥകേന്ദ്രത്തിൻ്റെ മുൻപിൽ വെച്ച് അവൻ എന്നോട് അവൻ്റെ അലട്ടുന്ന പ്രശ്നം തുറന്നു പറയുകയുണ്ടായി. അത് ഞാൻ വീട്ടിൽ വന്ന് ജീവിത പങ്കാളിയോടും ഞങ്ങൾ ഒത്തൊരുമിച്ച് പറഞ്ഞതിന് ശേഷം അത് ക്ലിയർ ചെയ്തു. അവന് ആ ബന്ധനത്തിൽ നിന്നും പൂർണ്ണമായ മോചനം ലഭിക്കുകയുണ്ടായി. ഉപ്പും തേനും ഞാൻ കൊടുത്തിരുന്നു. മൂന്നാമതായി എൻ്റെ മകന് ഒരു ആക്സിഡൻറ്റ് കേസ് അവൻ മൂലം ഉണ്ടായിരുന്നു. അത് കോടതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അത് കാരണം അവന് പാസ്പോർട്ട് ലോങ് ടൈം ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കുന്നുണ്ടായിരുന്നില്ല. 1 ഇയറിനാണ് പാസ്പോർട്ട് കിട്ടിയിരുന്നത്. അതിനുവേണ്ടി ഞാൻ പ്രത്യേകം നിയോഗം വെച്ച് അഭിഭാഷകയായ അമ്മയെ ഞങ്ങളുടെ കോടതി കേസുകളിൽ മേൽ കൃപയുണ്ടാകണമേ എന്ന് നിയോഗം വെച്ചിരുന്നു. 6 മാസത്തിനുള്ളിൽ ആ കേസ് ക്ലിയറായി കോമ്പൻസേഷൻ കൊടുത്ത് അത് അവസാനിപ്പിക്കുവാനും അവന് പാസ്പോർട്ട് ലോങ് ടൈമായി 10 വർഷത്തേക്കുള്ള പാസ്പോർട്ട് അനുവദിച്ച് കിട്ടുകയും ചെയ്തു. മോന് വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ അത്ര വലിയ താല്പര്യമില്ല. അപ്പോൾ അവന് ഞാൻ ഉടമ്പടി എടുക്കുന്നതിന് മുൻപ് തന്നെ ഞാൻ ഈ പ്രത്യക്ഷീകരണ പ്രാർത്ഥനയൊക്കെ യൂട്യൂബിൽ നിന്ന് കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. 2021 മുതൽ 23-ലാണ് പരിശുദ്ധ അമ്മ എന്നെ ഈ ആലയത്തിലേക്ക് എത്താൻ കൃപ നൽകിയത്. അവന് അന്നേരം തന്നെ ജോലി ഒരെണ്ണം കിട്ടിയിരുന്നു. പിന്നീട് ഈ ജോലിയിൽ ഉന്നതി ഉണ്ടാവാനും വിശുദ്ധിയിലായിരിക്കാനും പ്രാർത്ഥിച്ചു. അവന് കഴിഞ്ഞ മാസം ഓഗസ്റ്റ് മാസം ഒരു ഇൻ്റർവ്യൂ നടന്നു. അങ്ങനെ പൂനെയിലാണ് ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. അവന് ബാംഗ്ലൂർ ഒരു കമ്പനിയിലേക്ക് ഇൻ്റർവ്യൂ പാസ്സായി. 5 റൗണ്ട് ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഓരോ ഇൻ്റർവ്യൂ നടക്കുമ്പോഴും അവൻ എന്നെ വിളിച്ച് പറയും, അമ്മയുടെ മാതാവിനോട് പ്രാർത്ഥിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ഇത് ഞാൻ എടുത്തു പറയുന്നത്, അവൻ ഇങ്ങനെ പറയുമായിരുന്നു, പരിശുദ്ധ അമ്മ എല്ലായിടത്തും ഉള്ളതല്ലേ, പിന്നെ ഇവിടേക്ക് എന്തിനാണ് നമ്മളിങ്ങനെ ഓടിപ്പോകുന്നതിൻ്റെ ആവശ്യമുണ്ടോ എന്ന് സംസാരിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ഒരു പ്രാവശ്യം നിയോഗം വെച്ചു, അമ്മേ മാതാവേ, അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ ഒരു സാക്ഷിയാക്കി എൻ്റെ മകനെ ഉയർത്തണമേ എന്ന്. അവൻ ഈ ഇൻ്റർവ്യൂ നടക്കുമ്പോൾ എൻ്റെ അടുത്ത് ഓരോ ഇൻ്റർവ്യൂവിനും പറയും, വളരെ ടഫ് ഇൻ്റർവ്യൂ ആണ്, എങ്കിലും എങ്ങനെയാണ് നടന്നതെന്ന് എനിക്കറിയില്ല. എല്ലാം വളരെ ഭംഗിയായി 5 റൗണ്ടും അവൻ പാസ്സായി. ഇൻ്റർവ്യൂ ഓഫർ ലെറ്റർ
തരാമെന്ന് പറഞ്ഞു. അതിലും പ്രത്യേകതയുണ്ട്. ഓഫർ ലെറ്റർ തരാമെന്ന് പറഞ്ഞിട്ട് 24 hours കഴിഞ്ഞിട്ടും ഓഫർ ലെറ്റർ കിട്ടിയില്ല. അവന് നിലവിലുള്ള ജോലിയിൽ നിന്ന് ലീവ് എടുത്തിരിക്കുകയായിരുന്നു. അന്നേരം അവൻ എന്നെ വിളിച്ച് പറഞ്ഞു, ഒരു ഉച്ചയായി. അപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞു, അമ്മയുടെ മാതാവ് സമയച്ചുരുക്കത്തിൻ്റെ മാതാവല്ലേ, ഒന്ന് പ്രത്യേകം പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. എനിക്കിതുവരെ ഓഫർ ലെറ്റർ കിട്ടിയിട്ടില്ല. അപ്പം ഞാൻ എന്തോ ജോലി അടുക്കളയിൽ പണിയായിരുന്നു. ഞാൻ കൈ കഴുകി വേഗം വന്ന് അമ്മയുടെ സന്നിധിയിൽ മുട്ടുകുത്തി പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അവനും ഒപ്പം വീഡിയോ കോൾ വിളിച്ചിട്ടാണ് ചൊല്ലിയത്. അവന് നെറ്റിയിൽ ഞാൻ ഫോണിൽ കുരിശ് വരച്ച് പേടിക്കേണ്ട എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഫോൺ വയ്ക്കുന്നതിന് മുൻപ് തന്നെ ഫോൺ വെച്ച് ഞാൻ ബൈബിൾ തുറന്നു. അപ്പോൾ നല്ല അനുകൂലമായ വചനമാണ് കിട്ടിയത്. അതിനുശേഷം അപ്പോൾ തന്നെ അവൻ പറഞ്ഞു, അമ്മയുടെ മാതാവ് അടിപൊളിയാട്ട, ഇപ്പം തന്നെ എനിക്ക് കോൾ വന്നു, ഓഫർ ലെറ്റർ ഇന്ന് വൈകിട്ട് 5 മണിക്കുള്ളിൽ കിട്ടുമെന്ന് പറഞ്ഞു. ഇത് പറയാനായി ഞങ്ങൾ കഴിഞ്ഞ തവണ ഇവിടെ സാക്ഷ്യം പറയാൻ വന്നിരുന്നു. അന്നേരം ഈ ഒരു സാക്ഷ്യമായിട്ട് പറയാൻ പറ്റില്ല, ജീവിത പങ്കാളി കൂടെ ഇല്ലാത്തതുകൊണ്ട് മറ്റ് സാക്ഷ്യങ്ങൾ പറയാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ മടങ്ങിപ്പോയി. ആ ഓഫർ ലെറ്റർ വെച്ച് അവൻ വീണ്ടും ഇൻ്റർവ്യൂകൾ അറ്റൻഡ് ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ ഇപ്പം നിലവിൽ പൂനെയിലാണ് വർക്ക് ചെയ്തിരുന്നത്. ഓഫർ ലെറ്റർ കിട്ടിയത് ബാംഗ്ലൂർക്കാണ്. ബാംഗ്ലൂർക്ക് മാറാൻ ആൾക്ക് മനസ്സുകൊണ്ട് എന്തോ ഒരു തൃപ്തിയില്ലായിരുന്നു. അന്നേരം ഈ പൂനെയിൽ നിന്ന് തന്നെ വീണ്ടും ഒരു ഇൻ്റർവ്യൂ വന്നു. ആ ഇൻ്റർവ്യൂ പാസ്സായി. അത് ഇതിനേക്കാളും കൂടുതൽ തുക നമുക്ക് സാലറി കിട്ടുന്ന രീതിയിൽ അവന് അവിടെ അപ്പോയിൻമെൻറ്റ് കിട്ടി, ഓഫർ ലെറ്റർ കിട്ടി. അവൻ അവിടെ ജോയിൻ ചെയ്തു. കഴിഞ്ഞ മാസം ജോയിൻ ചെയ്തു. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത്, അവിടെ വരാമെന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ലാസ്റ്റ് മൊമെൻറ്റിൽ അവിടെ ജോയിൻ ചെയ്യുന്നില്ല എന്ന് അറിയിച്ചത് പ്രകാരമാണ് ആ സീറ്റ് എൻ്റെ മോന് ജോലിക്കായി അമ്മ മാതാവ് ഒരുക്കി വച്ചിരുന്നത്. കഴിഞ്ഞ തവണ സാക്ഷ്യം പറയാതെ പോയത് അതിനേക്കാൾ ഉന്നതമായ ഒരു സാക്ഷ്യം പറയാൻ വേണ്ടിയാണ് മാറ്റിവെച്ചതെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഉടമ്പടി നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും നന്നായി ഞാൻ മോനും വീട്ടിലെ എല്ലാവർക്കും ഉപയോഗിക്കാറുണ്ട്. ഞങ്ങൾ 3-ാം തവണ ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ ഞങ്ങളുടെ കാറ് മോനാണ് ഡ്രൈവ് ചെയ്തിരുന്നത്. അപ്പോൾ അവന് ഈ പറഞ്ഞ മാതിരി അന്നേരമൊന്നും വിശ്വാസം അത്ര അധികം ഉണ്ടായിരുന്നില്ല. പക്ഷേ മുൻപേ പോകുന്ന ഒരു കാറ് സിഗ്നൽ കണ്ട് പെട്ടെന്ന് സഡൻ ബ്രേക്ക് ഇട്ടു. ഇവനത് ശ്രദ്ധിച്ചില്ലായിരുന്നു. പെട്ടെന്ന് അത് ഓവർടേക്ക് ചെയ്ത് അടുത്ത റോയിലേക്ക് വണ്ടി കയറ്റി നിർത്താൻ പറ്റി. എങ്ങനെയാണ് എന്താണ് സംഭവിച്ചതെന്ന് ഞങ്ങൾക്ക് ആർക്കും അറിയില്ല. അവനോടനടി ആ സ്റ്റിയറിങ്ങിൽ തലവെച്ചിട്ട് പറഞ്ഞു, ആരോ എൻ്റെ കൈ സ്റ്റിയറിങ്ങിൽ പിടിച്ച് മാറ്റി, എനിക്ക് ഒന്നും അറിയില്ല എന്താ സംഭവിച്ചതെന്ന്. അപ്പം ഞാൻ വിചാരിക്കുന്നു അത് അമ്മ മാതാവിൽ കൂടുതൽ വിശ്വാസം വരുന്നതിന് വേണ്ടിയാണെന്ന്. അടുത്തതായി എൻ്റെ സ്വന്തമായ ഞാൻ ജനിച്ചു വളർന്ന വീട് 21 വർഷത്തോളമായി അപ്പച്ചൻ പണിത വീട്ടിൽ ആങ്ങള താമസിക്കുന്നില്ല. അവൻ വേറൊരു വീട്ടിലാണ് താമസിക്കുന്നത്. അത് ഒരു ഭാഗമൊക്കെ നശിച്ചു തുടങ്ങിയിട്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, കർത്താവേ എൻ്റെ ഭവനത്തെ പുനരുദ്ധരിക്കണമേ എന്ന്. സങ്കീർത്തനത്തിലെ ആ ഭാഗം, ബൈബിൾ ഭാഗം പുനരുദ്ധരിക്കണമേ എന്നുള്ള ഭാഗം ഞാൻ ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ആ വീടിൻ്റെ കഴിഞ്ഞ ഫെബ്രുവരി മാസം മുതൽ ആ വീടിൻ്റെ പുനരുദ്ധാരണം നടന്ന്, പുനരുദ്ധാരണം എന്നല്ല, ഒത്തിരി വലിയ വീടാക്കി വളരെയധികം സൗകര്യത്തോടു കൂടി അവനത് പുനരുദ്ധരിക്കുകയും അവിടേക്ക് താമസം മാറ്റുകയും മക്കളെയെല്ലാം ഇങ്ങോട്ട് അഡ്മിഷൻ എടുക്കുകയും ഞങ്ങൾക്കെല്ലാവർക്കും ഇനി ഒരു അപ്പച്ചൻ മരിച്ച ഓർമ്മ ദിവസമാകട്ടെ പെരുന്നാളാകട്ടെ എന്തിനായാലും അവിടെ ഒന്നു ചേർന്ന് ദൈവത്തിൻ്റെ നാമത്തിൽ ഒന്നു ചേരാനുള്ള കൃപ ലഭിച്ചു. ഞങ്ങൾക്ക് 3 വർഷത്തോളമായി ഒരു ഉടമ്പടി എടുക്കുന്നതിന് മുൻപ്, കൊറോണ കാലത്തിന് മുൻപ് ഒരു കട തുടങ്ങണമെന്ന് ആഗ്രഹം. കട ഉണ്ട്. ആൾക്ക് 2015 ഒരു ആക്സിഡൻറ്റ് പറ്റി 3 വർഷത്തോളമായിട്ട് കിടപ്പായിരുന്നു. ദൈവമാതാവിൻ്റെയൊക്കെ പ്രത്യേക സംരക്ഷണത്താലാണ് അതിൽ നിന്നെല്ലാം വിടുതൽ കിട്ടിയത്. അവിടെ നിന്ന് വേറെ ഒരു ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ഒരു ചെറിയൊരു ലോട്ടറി കട നടത്തുകയായിരുന്നു. അപ്പോൾ മോന് വരുമാനമൊക്കെ ആയപ്പോൾ കുറച്ചും കൂടിയും മെച്ചപ്പെട്ട രീതിയിൽ അപ്പച്ചനെ ഒരു കടയിട്ട് ഇരുത്തണമെന്ന് അവന് ആഗ്രഹമുണ്ടായി. ഈ ഉടമ്പടി എടുത്ത് 90 ദിവസത്തിനുള്ളിൽ 3 വർഷത്തോളമായി ആഗ്രഹിച്ചിരുന്ന ആ ഒരു കാര്യം ഉടമ്പടിയിൽ വച്ചില്ലെങ്കിൽ തന്നെയും മാതാവ് അതിൽ ഇടപെടുകയും ഞങ്ങൾക്ക് മെയിൻ റോഡിൽ തന്നെ ഒരു ചെറിയൊരു കട തുടങ്ങുവാനും അതിന്
അതിൽ ഇന്നും നല്ല വരുമാന മാർഗമായി മുന്നോട്ട് പോകുന്നു. അമ്മയുടെ ഇവിടെ നിന്ന് ഞാൻ വാങ്ങിയ തിരുസ്വരൂപം ആ കടയിൽ പ്രതിഷ്ഠിക്കുകയും ഉപ്പും തേനും ഉപ്പ് വിതറുകയും ഒക്കെ ചെയ്തിരുന്നു. നല്ല രീതിയിൽ ആ കട മുന്നോട്ട് പോകുന്നു. ഈ കാരുണ്യ പ്രവൃത്തികളായി ഞാൻ ചെയ്യുന്നത്, ഞങ്ങൾ ഒത്തിരി വേദനകൾ അനുഭവിച്ചിട്ടുള്ളത് കൊണ്ട് രോഗികളായവരുടെയും വേദനിക്കുന്നവരുടെയും വിഷമം ഞങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ അതുകൊണ്ട് രോഗികളായി കഴിയുന്ന എല്ലാ മക്കളെയും, ഞങ്ങളുടെ അടുത്തുള്ളവർ രോഗികളാണെന്ന് കേട്ടാൽ ഒരു ഞായറാഴ്ച അവധി കിട്ടിയാൽ ഓടിപ്പോയി അവരെയൊക്കെ കണ്ട് അവരോട് സംസാരിക്കും. അവർക്ക് ഞങ്ങൾക്കാവുന്ന രീതിയിൽ അവരെ സഹായിക്കും. പിന്നെ മെഡിക്കൽ കോളേജിൽ പോയി, തൃശ്ശൂർ മെഡിക്കൽ കോളേജിൽ പോയി രോഗികളെ സന്ദർശിക്കാറുണ്ട്. അവിടെ നമ്മുടെ ഉടമ്പടി വസ്തുക്കൾ, നേർച്ച വസ്തുക്കൾ കൊടുത്ത് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ ഞാൻ കൃപാസന പത്രമെല്ലാം അവിടെ കൊടുത്ത് അവരോട് സംസാരിക്കാറുണ്ട്. കൂടാതെ തൃശ്ശൂർ പീസ് ഹോമുണ്ട്. വളരെയധികം തളർന്ന് വർഷങ്ങളോളം കിടപ്പായിട്ടുള്ള രോഗികളായ സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുമക്കളും കഴിയുന്ന ഒരു സ്ഥാപനമുണ്ട്. അവിടെ പോയി അവർക്ക് വേണ്ടതായ ശുശ്രൂഷകൾ ചെയ്യാറുണ്ട്. അവർക്ക് ഭക്ഷണമെല്ലാം വാരി കൊടുക്കണം, അവരോട് സംസാരിക്കണം. അവർക്ക് നമ്മളൊക്കെ ചെല്ലുമ്പോൾ വളരെയധികം സന്തോഷമാണ്. അത് തന്നെയല്ല, അവരുടെ വായിൽ നിന്ന് പറയുന്ന സംസാരം കേൾക്കുമ്പോൾ നമ്മളൊക്കെ എത്രയോ പിന്നിലാണ്. അവർ ദൈവത്തിൽ ആശ്രയിച്ച് ദൈവത്തിൽ സന്തോഷിച്ച് ജീവിക്കുന്നത് കാണുമ്പോൾ ഒന്നുമല്ല എന്ന് അവരുടെ അവസ്ഥയിലും അവർ നന്ദി പറഞ്ഞ് ജീവിക്കുന്നത് കാണുമ്പോൾ അതും കൂടി എനിക്ക് പഠിക്കാൻ സാധിച്ചു. അത് തന്നെയല്ല, അവർക്ക് പഴയ വസ്ത്രങ്ങൾക്ക്, തുണികൾ അവർക്ക് നല്ലോണം വേണം. എല്ലാ ആവശ്യങ്ങളും ബെഡിൽ കിടന്നായതുകൊണ്ട്. അപ്പോൾ ഞാൻ അവിടെ പോയി ഞാൻ തുണികൾ മറ്റുള്ളവരെ നിന്നൊക്കെ ശേഖരിച്ചും എൻ്റെ കയ്യിലുള്ളതും ഞാൻ ബസ് കയറി പോയി അവിടെ കൊണ്ടു കൊടുക്കാറുണ്ട്. അവർക്ക് അതൊക്കെ വെട്ടി നമ്മൾ ഒരുക്കി കൊടുക്കണം. അതിനെല്ലാം അസിസ്റ്റേഴ്സിനെ ഞാൻ സഹായിക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രം എല്ലാം കൊടുക്കും. പിന്നെ ആൾക്ക് ഈ ആക്സിഡൻറ്റ് മൂലം ഒരുപാട് സ്റ്റിറോയിഡുകളും മരുന്നുകളും കയറി കരൾ രോഗം ബാധിച്ചു. അത് 2023 തിരിച്ചറിഞ്ഞത്. ഇപ്പോൾ കരൾ രോഗം ഗ്രേഡ് 3 ആണ്. എങ്കിലും 6 മാസം കൂടുമ്പോഴുള്ള എൻഡോസ്കോപ്പിയും 1 വർഷം കൂടുമ്പോഴുള്ള സ്കാനിങ്ങും എല്ലാം ചെയ്യുമ്പോഴും 50% ഡാമേജ് ആയ കരളാണെങ്കിലും ഒന്നും കുഴപ്പമില്ല എന്നാണ് ഓരോ തവണയും ഡോക്ടേഴ്സ് നോക്കിയിട്ട് റിപ്പോർട്ട് നോക്കിയിട്ട് പറയാറ്. നിരന്തരം ഞാൻ നേർച്ച വസ്തുക്കളായ ഉപ്പും തേനും കൊടുക്കുന്നു. ഇങ്ങനെയെല്ലാം ട്രീറ്റ്മെൻറ്റിനായി ഞാൻ ഹോസ്പിറ്റലുകളിൽ പോകുമ്പോൾ ഉടമ്പടി നേർച്ച വസ്തുക്കളും അതുപോലെ തന്നെ ഞാൻ ഇവിടെ നിന്ന് എപ്പോഴും വരുമ്പോൾ അമ്മയുടെ കാശ് രൂപം കുറച്ച് വാങ്ങിക്കൊണ്ടു പോകും. അത് അർഹതപ്പെട്ടവർക്ക് കാണുന്നവർക്ക് കൊടുക്കാറുണ്ട്. എപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് OPയിൽ പോകുമ്പോഴും ഒരാളെയെങ്കിലും എനിക്ക് പ്രത്യേകമായി അമ്മ കാണിച്ചു തരും. അവരോട് സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ കേട്ട് അവർക്ക് ആശ്വാസം കൊടുക്കാനും അതുപോലെ തന്നെ അമ്മയെക്കുറിച്ച് പറയാനും പത്രം കൊടുക്കാനും ശ്രമിക്കും. അതുപോലെ തന്നെ അവരുടെ നമ്പർ ഞാൻ കളക്ട് ചെയ്യും. അത് കഴിഞ്ഞ് ഞാൻ വാട്സപ്പിൽ നമ്മുടെ യൂട്യൂബിലെ ആരാധനയും മറ്റ് സാക്ഷ്യങ്ങളും എല്ലാം ഞാൻ അയച്ചു കൊടുത്ത് നിരന്തരം ഞാൻ അവരെ കോണ്ടാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അനുദിന ശുശ്രൂഷ ഇവിടുത്തെ പ്രാർത്ഥന ഡെയിലി ബ്രെഡ് എല്ലാവർക്കും അയച്ചു കൊടുക്കും. എൻ്റെ സ്റ്റാറ്റസായി ഇടും. ഇതൊക്കെയാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. എല്ലാ കൃപകൾക്കും പരിശുദ്ധ അമ്മയ്ക്കും ദൈവമാതാവിനും തിരുക്കുമാരനും ഒത്തിരി നന്ദി പറയുന്നു. മാതാവിൻ്റെ പ്രത്യേകമായ സംരക്ഷണം ഞങ്ങളുടെ കുടുംബത്തോടൊപ്പം ഇന്നല്ല അതിനു മുൻപേ തന്നെ ഉണ്ടായെന്ന് പറയും. ഞാൻ വിവാഹം കഴിഞ്ഞ് ആദ്യ രാത്രിയിൽ തന്നെ ഞങ്ങളുടെ ജീവിതം ആരംഭിച്ചത് ഫാത്തിമ മാതാവിനോടുള്ള ഒരു പ്രതിഷ്ഠാ ജപം ചൊല്ലിയിട്ടാണ്. ആ ജപം ഇന്നും ചൊല്ലുന്നു. അതുകൊണ്ടാണ് ഈ ജീവിത പങ്കാളി ഇന്ന് ജീവനോടെ ഈ ആൾത്താരയിൽ പോലും നിൽക്കാൻ സാധിക്കുന്നത് എന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. മാതാവിൻ്റെ സംരക്ഷണം അത്രമേലുണ്ടായിരുന്നു. മരിച്ചു എന്ന് പറഞ്ഞ് 22 ദിവസം അബോധാവസ്ഥയിൽ കിടന്ന വ്യക്തിയാണ് അമല ഹോസ്പിറ്റലിൽ തൃശ്ശൂർ. 45 ദിവസം കണ്ടിന്യൂസ് ആശുപത്രിയിലായിരുന്നു. അതെല്ലാം മാതാവിൻ്റെ കൃപയാൽ ഞങ്ങൾക്ക് ദൈവം വാങ്ങി തന്നതാണ്. വിശുദ്ധ ഔസേപ്പിതാവിനും പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ദൈവപിതാവിനും ഒരുപാട് നന്ദി എൻ്റെ കുടുംബാംഗങ്ങളുടെ മുഴുവൻ പേരിലും ഞാൻ അർപ്പിക്കുന്നു. എൻ്റെ സാക്ഷ്യം ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. എൻ്റെ പേര് അഞ്ജു ജോജോ. ഞാൻ സെൻറ്റ് ജോർജ് കോതമംഗലം കത്തീഡ്രൽ ഇടവകമാണ്. ഞാൻ ആദ്യമായി ഉടമ്പടി എടുത്തത് 2018-ലായിരുന്നു.
ഞാൻ അന്ന് വെച്ച 2 നിയോഗങ്ങളിൽ ഒന്ന് എൻ്റെ കാലുവേദന മാറാനും, രണ്ടാമത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാൾ വിവാഹം നടക്കാനായിരുന്നു. എൻ്റെ വിവാഹം നടന്നു. ഞാൻ വിവാഹ സമയത്ത് ഞാൻ ഹിന്ദു ആയിരുന്നു. പിന്നീട് ഞാൻ മാമോദിസ സ്വീകരിച്ച് ഈ രീതിയിലേക്ക് ജീവിച്ചു പോന്നു. എനിക്ക് രണ്ട് കുട്ടികളായി. ആദ്യത്തെ കുട്ടിയുണ്ടായ സമയത്ത് എനിക്ക് ഫിറ്റ്സ് വന്നായിരുന്നു. 2012 മുതൽ ഞാൻ ഫിറ്റ്സിന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. ഫിറ്റ്സ് വന്നപ്പോൾ വളരെയധികം ഡേഞ്ചറസ് ആയിരുന്നു എൻ്റെ അവസ്ഥ. രണ്ട് പ്രസവത്തിലും എനിക്ക് ഫിറ്റ്സ് വന്നായിരുന്നു. അപ്പോൾ 3ാമതൊരു കുട്ടി പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞിരുന്നായിരുന്നു. അതെനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾക്ക് 3ാമത് കുഞ്ഞായി കഴിഞ്ഞപ്പോൾ എനിക്ക് നല്ല ഭയമായിരുന്നു. 2 പ്രാവശ്യം ഫിറ്റ്സ് വന്നതാണ്. 3ാമത് എന്താവും, 2 സിസേറിയനായിരുന്നു. 3ാമത് എന്താവുമെന്നുള്ളൊരു നല്ലൊരു ഭയം എന്നിലുണ്ടായിരുന്നു. ഞാൻ മാതാവിനെ മുറുകെ പിടിച്ച് പ്രാർത്ഥിച്ചു. എനിക്ക് എൻ്റെ 3ാമത് കുഞ്ഞുണ്ടായപ്പോൾ എൻ്റെ 3ാം മാസം സ്കാനിങ്ങിൽ എൻ്റെ ലെഫ്റ്റ് ഓവറിയിൽ ഒരു സിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നന്നായി പ്രാർത്ഥിച്ചു. കാരണം കുഞ്ഞിനൊന്നും സംഭവിക്കരുത്, എനിക്ക് കുഞ്ഞിനെ വേണം, സിറ്റ്സ് അവിടെ നിന്നോട്ടെ, വലിയ പ്രശ്നമില്ലെങ്കിൽ അവിടെ നിന്നോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. ഞാൻ 2ാമത് എന്നെ പിന്നെ സ്കാൻ ചെയ്യാൻ കയറിയപ്പോൾ ഞാൻ എൻ്റെ കാശുരൂപം മുറുകെ പിടിച്ച് മാതാവിനോട് കരഞ്ഞ് പ്രാർത്ഥിച്ചു, എൻ്റെ കുഞ്ഞിനൊന്നും സംഭവിക്കരുത്. ഇന്നത്തെ സ്കാനിങ് പറയുമ്പോൾ എൻ്റെ വയറ്റിൽ ആ സിസ്റ്റ് ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിച്ചു. എൻ്റെ വയറ്റിൽ പിന്നത്തെ സ്കാനിങ്ങിൽ ആ സിസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ വർഷങ്ങളായിട്ട് 10 കൊല്ലത്തിന് മേളിലായിട്ട് എനിക്ക് സോറിയാസിസ് ആർത്രൈറ്റിസ് എന്ന രോഗം ഉണ്ടായിരുന്നു. ഭയങ്കര കഠിനമായ അവസ്ഥയായിരുന്നു. എൻ്റെ തലമുടി എനിക്ക് തല നിറച്ച് മുടിയായിരുന്നു. എൻ്റെ ശരീരം പുറം ഒരു കുഴി പോലെയായിരുന്നത്, നിറച്ചും തുള വീണ് ഒരു മനുഷ്യനടക്കില്ലാത്ത അതുപോലെ സ്മെല്ലായിരുന്നു എൻ്റെ ശരീരത്ത് മുഴുവനും. അന്ന് എന്നെ പൂർണ്ണമായി നോക്കിയത് എൻ്റെ ഹസ്ബൻഡ് തന്നെയായിരുന്നു. എന്നെ കൊണ്ടുപോകാത്ത ഹോസ്പിറ്റലുണ്ടായിരുന്നില്ല. ഒരു മരുന്ന് കഴിച്ചിട്ടും എൻ്റെ അസുഖം മാറുന്നുണ്ടായിരുന്നില്ല. 3ാമതൊരു കുഞ്ഞായപ്പോൾ ഡോക്ടർ പറഞ്ഞു, ഈ അനസ്തേഷ്യ തരുന്ന ഭാഗത്താണ് ആ സിസ്റ്റിൻ്റെ ഇതിൻ്റെ സോറിയാസിസിൻ്റെ ഏറ്റവും വലിയ ഒരു പൊത്തെന്ന് പറയാം. അപ്പോൾ അതിലൂടെ അനസ്തേഷ്യ തരാൻ പാടില്ല എന്ന് ഡോക്ടർ പറഞ്ഞു. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. കാരണം 3ാമതും സിസേറിയൻ വേണം. അപ്പോൾ എനിക്കിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസരം. ഇപ്പം ഞാൻ മാതാവിനെ ഇവിടെ വന്ന് അച്ഛനെ വന്ന് കണ്ട് പ്രാർത്ഥിച്ചു. മാതാവിനെ ഞാൻ ഒരു ദിവസം പോലും ജപമാല മുടക്കാണ്ട് ഞാൻ പ്രാർത്ഥിച്ചു. എൻ്റെ സിസേറിയൻ്റെ തലേദിവസം വരെ എനിക്ക് തീരെ വയ്യായിരുന്നു. മിക്ക ദിവസം ഹോസ്പിറ്റലിൽ തന്നെയായിരുന്നു. നന്നായി പ്രാർത്ഥിച്ചു, എൻ്റെ ഈശോ എനിക്ക് ഇന്നത്തെ ഇതിലെനിക്ക് സിസേറിയൻ തന്നെയാണ് എങ്കിൽ കൂടി ഇനി എനിക്കൊരു ഫിറ്റ്സ് വരരുത്. കാരണം എൻ്റെ സോറിയോസിസും ഭയങ്കരമായ കഠിനമായ അവസ്ഥയിൽ ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ച് ഉടമ്പടി തൈലം എൻ്റെ പുറത്ത് തേച്ചു. പുറന്ന് പറയാനില്ല, അത്രത്തോളം വികൃതമായി ചോരയും പഴുപ്പും മാത്രം ഉണ്ടായിരുന്നു. രാത്രി എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞാൻ ഉറങ്ങിയിരുന്നില്ല. പക്ഷെ ഞാൻ ഈ വേദന ആരോടും ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എൻ്റെ ഹസ്ബൻഡിന് അറിയായിരുന്നു. എന്നാൽ ഇവരെല്ലാവരും കിടന്നുറങ്ങുമ്പോൾ ഞാൻ എഴുന്നേറ്റ് ചാരി ഇരുന്നിട്ടുണ്ട്. കാരണം എനിക്ക് കിടക്കാൻ പാടില്ല. കിടന്നു കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിച്ചാൽ പിന്നെ അത് ഊരിയെടുക്കാൻ പാടാ. രാത്രി പകൽ കുളിക്കുമ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ നല്ല നീറ്റലുണ്ടായിരുന്നു. എന്നാൽ കൂടി ഞാൻ എല്ലാവരുടെ മുമ്പിൽ ചിരിച്ച് കളിച്ച് എന്നെ എല്ലാവരും കണ്ടിട്ടുള്ളൂ. ആർക്കും അറിയില്ല ഇത്രയും വലിയ അസുഖം എനിക്കുണ്ടെന്ന്. പിന്നെ തലമുടി കൊഴിയാൻ തുടങ്ങിയപ്പോൾ മുതൽ എനിക്ക് മാനസികമായിട്ട് ടെൻഷൻ കയറി തുടങ്ങി. കാരണം പുറത്തിറങ്ങാൻ പാടില്ലാത്ത അവസ്ഥ. എൻ്റെ നെറ്റിയോളം ഉണ്ടായിരുന്നു. ഈ സോറിയാസിസ് വന്ന് തലമുടിയിൽ മൊത്തം വ്രണമായിട്ട് തലയിൽ കൂടി ചോര ഒഴുകി തുടങ്ങിയ അവസ്ഥ വന്നു. അപ്പോഴും ഞാൻ ആരോടും പറഞ്ഞില്ല. പ്രാർത്ഥന കൂട്ടി തന്നെ ഇരിക്കുമ്പോഴേക്ക് ഇരുന്ന് കരയുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിൽ ഞാൻ കരയാൻ നിന്നിട്ടില്ല. ഞാൻ എപ്പോഴും സ്ട്രോങ് ആയിട്ട് തന്നെയാണ് നിന്നിരുന്നത്. അത് കഴിഞ്ഞ് ഈ ഉടമ്പടി തൈലം ഞാൻ രാത്രി പ്രാർത്ഥന കഴിഞ്ഞ് ഞെട്ടി തൊടുമ്പോൾ ബാലൻസ് വന്നത് തലയിൽ തൊടുമായിരുന്നു. അങ്ങനെ തലമുടിയിലുണ്ടായിരുന്നതെല്ലാം എനിക്ക് പയ്യെ മാറി കിട്ടി. ഡോക്ടർ പറഞ്ഞു ഇനി അനസ്തേഷ്യ തന്നെങ്കിൽ പുറത്തുള്ള അത് മാറണമെന്ന് പറഞ്ഞു. പെട്ടെന്നൊന്നും മാറില്ല. സോറിയാസിസ് രോഗം ഒരിക്കലും പൂർണ്ണമായി മാറ്റിയെടുക്കാൻ പാടില്ല എന്നൊരു സകലമാനം ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉടമ്പടി തൈലവും ഉപ്പും സ്ഥിരമായിട്ട് എൻ്റെ പുറത്ത് തേച്ചു. എനിക്ക് പോലും അറിയാൻ പാടില്ല എപ്പോഴാണ് എൻ്റെ ശരീരത്തിൽ നിന്ന് അത് പൂർണ്ണമായിട്ട് മാറിക്കിട്ടി. ഒരു പാട് പോലും എൻ്റെ ശരീരത്തില്ല. കാരണം എനിക്ക് സോറിയാസിസിൻ്റെ ഏറ്റവും വലിയ അസുഖമായിരുന്നു. അത് ഏറ്റവും വലിയ സോറിയാസിസ് ആയിരുന്നു. കാരണം എല്ലായിടവും കുഴിയായിരുന്നു.
ബ്ലഡ് മാത്രം എൻ്റെ ശരീരത്തിലുണ്ടായിരുന്നു. എൻ്റെ ഡ്രസ്സൊക്കെ പിന്നെ ഡ്രസ്സ് ഇടാൻ പാടില്ല, അതുപോലെ വ്രണമായിരുന്നു. 3 ദിവസം ആണ് എൻ്റെ ഓർമ്മയിലുള്ളൂ. പൂർണ്ണമായും സോറിയാസിസ് മാറ്റി തന്നു. പിന്നെ 2023 അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തു. എൻ്റെ 10 വിരലും കയ്യിലെയും കാലിലെയും വളഞ്ഞതാണ് വിരലുകൾ, കാരണം വന്നതാണ്. നടക്കാൻ കൂടി എനിക്ക് വയ്യ. 2023 അഖണ്ഡ ജപമാല റാലിയിൽ ഞാൻ പങ്കെടുത്തു. തിരിച്ചു വന്ന അന്ന് മാറിയതാണ് എൻ്റെ ആർത്രൈറ്റിസ്. പിന്നെ ഇന്ന് വരെ വന്നിട്ടില്ല. പിന്നീട് എൻ്റെ തലമുടി നിറച്ചും പോകുന്നുണ്ടായിരുന്നു. അതിൽ ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത്, ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി പത്രം വിതരണം ചെയ്യും. പിന്നെ ഞാൻ കാരുണ്യ പ്രവൃത്തിയായിട്ട് ചെയ്യുന്നത്, ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ഫുഡ് കൊണ്ടു കൊടുക്കും. ഞങ്ങൾ 125 പേർക്കുള്ള ഫുഡ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി, ഞങ്ങൾ 5 ചേട്ടത്തി അനിയത്തിമാർ, എൻ്റെ ആങ്ങള, എൻ്റെ ഹസ്ബൻഡ്, ഞങ്ങളെല്ലാവരും കൂടി ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുക്കും. എന്നോട് കൈ നീട്ടാൻ ഞാൻ അവസരം കൊടുക്കാറില്ല. എൻ്റെ കയ്യിൽ കാശുണ്ടെങ്കിൽ ഞാൻ ആര് ചോദിച്ചാലും കൊടുക്കാറുണ്ട്. എനിക്ക് ഇത്രയേറെ അനുഗ്രഹം തന്ന ഈശോയ്ക്കും മാതാവിനും കോടാനുകോടി നന്ദി. കാരുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്തത്, ഞാൻ ഫുഡ് കൊണ്ടു കൊടുക്കുമായിരുന്നു ഹോസ്പിറ്റലിൽ. പിന്നെ സാമ്പത്തിക സഹായം എൻ്റെ കൈ കിട്ടുന്ന അനുസരിച്ചിട്ട് ഞങ്ങൾ ചെയ്യാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം വെച്ചാൽ പത്രം കൊടുക്കും, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കൊടുക്കും, റോഡ് സൈഡിൽ കൊണ്ടു കൊടുക്കും, എനിക്ക് കാണുന്ന എല്ലാവർക്കും കൊടുക്കും. പിന്നെ എൻ്റെ അസുഖങ്ങൾ തന്നെ എനിക്ക് അറിയാവുന്ന അല്ലെങ്കിൽ ഞാൻ കാണുന്ന എല്ലാവരോടും എനിക്ക് ഇത്രയും അസുഖമുണ്ടായിരുന്നു, ഞാൻ ഇത്രയും അവസ്ഥയിൽ നിന്ന് വന്ന ആളാണെന്ന് ഞാൻ എല്ലാവരോടും പറഞ്ഞ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു.